ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 4 മീറ്ററിലധികം വീതിയുള്ള ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ടെക്സ്ചർ ഡിസൈനും LED ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചുറ്റുമതിലും നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെ മെയിൻ ഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഇന്നോവ കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. കടപ്പകലുകൾ വിരിച്ച് അതിനിടയിലായി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഈ വീടിൻ്റെ മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗവും നടക്കുന്നതിനായിട്ട് ആവശ്യത്തിന് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സിറ്റ് ഔട്ടിൽ വരുന്ന 2 പില്ലറുകളിലും ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും അതിൽ കൂടുതൽ വീതിയും നൽകിക്കൊണ്ടാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മൊത്തം 5 പാളികൾ വരുന്ന വെന്റിലേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റ് ഇവിടെ നമുക്ക് കാണാം. അതിന് ബാക്ക്ഗ്രൗണ്ടിലായി നല്ലൊരു വാൾപേപ്പർ ഡിസൈനും നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വെന്റിലേഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ലൊരു പാർട്ടീഷൻ വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയ 2 ക്രോക്കറി യൂണിറ്റും അതിന് താഴെ സ്റ്റോറേജ് സ്പേസും നൽകി LED ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള കിച്ചണാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. താഴെയും മുകളിലുമായി കബോർഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന് പുറമെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയും ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി മുഴുവനായി തന്നെ കവർ ചെയ്തുകൊണ്ടാണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയിൽ കൂടുതൽ നീളം നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നല്ലൊരു വാൾപേപ്പർ ഡിസൈൻ നൽകി ഒരു വാൾ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നതും. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 8 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. സ്റ്റെയർവേക്ക് താഴെയായി ഇൻവെർട്ടറും മറ്റും വെക്കുന്നതിനായിട്ടൊരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായൊരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയും നല്ലൊരു TV യൂണിറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായി മനോഹരമായൊരു വാൾപേപ്പറും നമുക്ക് കാണാം. അവിടെ നിന്ന് നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടോപ്പ് ഭാഗം മുഴുവനായി തന്നെ റൂഫ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്.
GI ട്യൂബ് കൊണ്ട് ചുറ്റുഭാഗം മുഴുവനായി തന്നെ മറച്ചാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ മറ്റും വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 12 വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളായി നൽകിയിരിക്കുന്ന വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അല്പം ഭാഗം ഓപ്പൺ സ്പേസിലും അല്പം ഭാഗം കവേർഡുമാക്കി വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 67 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.